നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തികച്ചും ഏകപക്ഷീയമായ പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെ അക്ഷരാർത്ഥത്തിൽ വാരിക്കളഞ്ഞിരിക്കുകയാണ് ടീം ഇന്ത്യ. മൂന്നാമംഗത്തിൽ 8 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് സൂര്യകുമാർ യാദവും സംഘവും സ്വന്തമാക്കിയത്. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 3-0 വരെയുടെ അഭേദ്യമായ ലീഡും കൈക്കലാക്കി. സഞ്ജു സാംസൺ പരാജയപ്പെട്ടെങ്കിലും ഇഷാൻ കിഷന്റെയും സൂര്യകുമാറിന്റെയും ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ അനായാസ വിജയം കുറിച്ചത്. 154 റൺസിന്റെ ചെറിയ വിജയലക്ഷ്യമാണ് കിവികൾ ഇന്ത്യക്ക് നൽകിയത്. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഗോൾഡൻ ഡെക്കായി ക്രീസ് വിട്ടിട്ടും വെറും 10 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ വിജയത്തിലേക്ക് കുതിച്ചെത്തി. അഭിഷേക് ശർമ്മയുടെയും നായകൻ സൂര്യകുമാർ യാദവിന്റെയും അഗ്രസീവ് 50കളുമാണ് ഇന്ത്യൻ വിജയം വേഗത്തിലാക്കിയത്. വെറും 24 പന്തിൽ നിന്നാണ് അഭിഷേക് 68 റൺസ് അടിച്ചുകൂട്ടിയത്. ഇന്ത്യൻ കുപ്പായത്തിൽ ഡു ഓർ ഡൈ പോരാട്ടത്തിനിറങ്ങിയ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ വൻ ദുരന്തമായി മാറി. ന്യൂസിലാൻഡുമായുള്ള 3-ാം T20യിൽ ഗോൾഡൻ ഡക്കായി നാണം കെട്ടിരിക്കുകയാണ് അദ്ദേഹം. മാറ്റ് ഹെൻറി എറിഞ്ഞ ഇന്ത്യൻ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിലെ ആദ്യ ബോളിൽ തന്നെയാണ് സഞ്ജുവിന്റെ കുറ്റിത്തെറിച്ചത്. ആദ്യ 2 മത്സരങ്ങളിലും ഫ്ലോപ്പായതിന്റെ ക്ഷീണം തീർക്കാനും ഓപ്പണിംഗ് റോൾ ഭദ്രമാക്കാനും വലിയൊരു ഇന്നിംഗ്സ് അദ്ദേഹത്തിനാവശ്യമായിരുന്നു. പക്ഷെ ഒന്നുമുണ്ടായില്ല. സഞ്ജു ക്രീസിലേക്ക് വന്നതും മടങ്ങിയതുമെല്ലാം കണ്ണടച്ചു തുറക്കും വേഗത്തിലായിരുന്നു. വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കിയാണ് ന്യൂസിലാൻഡുമായുള്ള പരമ്പരയിലും ICC T20 ലോകകപ്പിലുമെല്ലാം സഞ്ജു സാംസണിനെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാക്കിയത്. പക്ഷേ സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രതീക്ഷകൾ പാടെ തെറ്റിക്കുന്ന പ്രകടനമാണ് സഞ്ജു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിവികളുമായുള്ള പരമ്പര അദ്ദേഹത്തിന് ഓപ്പണിംഗിൽ കസറാനും ആത്മവിശ്വാസത്തോടെ അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന T20 ലോകകപ്പിന് തയ്യാറെടുക്കാനുമുള്ള അവസരമായിരുന്നു. പക്ഷെ ഓപ്പണിംഗിലേക്കുള്ള 2ാം വരവിൽ സമ്പൂർണ്ണ ദുരന്തമായി മാറിയിരിക്കുകയാണ് സഞ്ജു. ആദ്യ T20യിൽ 10 റൺസിനും രണ്ടാമത്തേതിൽ 6 റൺസിനും മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ. ഇതോടെ 3ാം T20 സഞ്ജുവിന് അക്ഷരാർത്ഥത്തിൽ അഗ്നിപരീക്ഷയുമായിരുന്നു. 50യോ സെഞ്ചുറിയോ നേടിയാൽ മാത്രമേ അദ്ദേഹത്തിന് നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ടീം മാനേജ്മെന്റിനെയും ആരാധകരെയും സഞ്ജു ഒരുപോലെ നിരാശപ്പെടുത്തി. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം പതിവ് പോലെ ഓപ്പണിംഗിനെത്തിയ അദ്ദേഹം തന്നെയാണ് ആദ്യം സ്ട്രൈക്കും നേരിട്ടത്. പിച്ച് ചെയ്ത് അകത്തേക്ക് വന്ന ലെങ്ത് ബോളാണ് മാറ്റ് ഹെൻറി എറിഞ്ഞത്. ബോളിന് കാര്യമായ മൂവ്മെന്റൊന്നുമില്ലായിരുന്നു. കടുത്ത സമ്മർദ്ദത്തിൽ കാണപ്പെട്ട സഞ്ജു ബാക്ക്ഫൂട്ടിലേക്ക് വന്ന ശേഷം ബോൾ ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ടൈമിംഗ് പാടെ പാളിയപ്പോൾ ബോൾ നേരെ സ്റ്റമ്പുകളിൽ പതിക്കുകയും ചെയ്തു. അവിശ്വസനീയതയോടെ നിന്ന സഞ്ജു നിരാശയോടെ മടങ്ങുകയും ചെയ്തു. ഈ പുറത്താവലോടെ നാണക്കേടിന്റെ വലിയൊരു റെക്കോർഡും അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ത്യൻ T20യുടെ ചരിത്രത്തിൽ ഇന്നിംഗ്സിലെ ആദ്യ ബോളിൽ തന്നെ പുറത്തായ 4ാമത്തെ താരമായി സഞ്ജു മാറിയിരിക്കുകയാണ്. സിംബാബ്വെക്കെതിരെ KL രാഹുൽ 2016, ശ്രീലങ്കയ്ക്കെതിരെ പൃഥ്വി ഷാ 2021, വെസ്റ്റ് ഇൻഡീസിനെതിരെ രോഹിത് ശർമ്മ 2022 എന്നിവരാണ് നേരത്തെ ഈ നാണക്കേട് കുറിച്ച കളിക്കാർ. എന്തായാലും സഞ്ജുവിന്റെ ഈ മോശം ഫോം ഇന്ത്യൻ ടീമിന് വലിയ തലവേദനയാണ് നൽകുന്നത്. വരാനിരിക്കുന്ന ലോകകപ്പിൽ സഞ്ജുവിന് ഇനിയൊരു അവസരം കൂടി നൽകണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതോ ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗിലേക്ക് തിരികെ കൊണ്ടുവരണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഫാസ്റ്റ് ക്രിക്കറ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.